ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബ്ലാക്ക് പ്ലെയിൻ കുർത്തിയിൽ കുറച്ച് ഫാബ്രിക് പെയിൻറ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലീഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രിംസൺ റെഡ്, ഇങ്ങനെ 3 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസൈന് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാം. ഞാനിവിടെ പിൻട്രസ്റ്റിൽ നിന്ന് വരച്ചെടുത്തതാണിത്. ആദ്യം തന്നെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ അതിനടിയിൽ ഒരു കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും വെക്കുന്നത് നല്ലതാണ്. ശേഷം നമുക്ക് ഫാബ്രിക് പെയിൻറിൽ വെള്ളമൊന്നും ചേർക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്ഷമയോട് കൂടെ ഇരുന്ന് ചെയ്താലാണ് നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ആദ്യം ഞാനൊരു കോട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കളറ് ചെയ്യുമ്പോഴാവും നന്നായിട്ട് അത് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഞാനിവിടെ യൂസ് ചെയ്യണത് 2 തരം ബ്രഷുകൾ. ഒന്ന് പോയിന്റ് ബ്രഷ് ഉണ്ട്, പിന്നെ ഫ്ലാറ്റ് ബ്രഷും. ഞാനിപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മൾ എപ്പോഴും പെയിൻറ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് ചെയ്യാവും നല്ലത്. പിന്നെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ പെയിൻ്റ് ആവാൻ ശ്രദ്ധിക്കണം. ചില ഭാഗത്ത് കൂടുതൽ, ചില ഭാഗത്ത് കുറവ്, അങ്ങനെയൊക്കെ ആയെന്ന് വെച്ചാൽ നമുക്കതൊരു വൃത്തിയിൽ കിട്ടില്ല. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫസ്റ്റ് കോട്ട് അടിച്ചാലും അത് ബ്ലാക്ക് കളർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോട്ടും കൂടെ വൈറ്റ് അടിച്ചിട്ടാണ് ഞാൻ മെറൂൺ കളറ് കൊടുക്കാൻ പോണത്. ഫാബ്രിക് പെയിൻറ് നമുക്ക് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സും ഉണ്ട്, ഫാബ്രിക് കളേഴ്സും ഉണ്ട്. 2 ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്ക് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഫാബ്രിക് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞതിന് ശേഷം നമ്മളത് മറച്ചിട്ട് അയൺ ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഡയറക്റ്റായിട്ട് പെയിൻറ് ചെയ്ത ഭാഗം നമ്മൾ അയൺ ചെയ്യാറില്ല. പിന്നെ ബ്രഷിൽ പെയിൻറ് കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളത് വെള്ളത്തിൽ കഴുകി ഒരു കോട്ടൺ തുണിയിൽ തുടച്ചതിന് ശേഷം മാത്രമേ ആ ബ്രഷ് പിന്നെ പെയിൻറിൽ മുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളം കൂടെ വരുമ്പോൾ പെയിൻ്റ് ആകെ ലൂസായിട്ട് പരന്നൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ഒരു 2 കോട്ട് അടിച്ചു കൊടുത്തിട്ടാണ് ഈ ക്രിംസൺ റെഡ് എന്ന് പറയുന്ന കളർ അടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് ഉണങ്ങാത്ത കാരണം അതൊരു ചെറിയ പിങ്കിഷ് ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട്. നമ്മളത് ഏത് കളറാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഏതൊരു കളറും ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളർ ആഡ് ചെയ്താൽ നമുക്ക് ലൈറ്റ് കളേഴ്സ് കിട്ടും. ഫാബ്രിക് പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. കുറച്ച് ക്ഷമയോട് കൂടെ ഇരുന്ന് ചെയ്താൽ മാത്രമേ അത് വൃത്തിയിൽ വരുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. വളരെ സാവകാശം ഇരുന്ന് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷിങ്ങിലേക്ക് ഈ ഒരു ഫ്ലവർ എത്തുള്ളൂ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിൽ എത്തുന്നതായിരിക്കും. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 1 ഇയറിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട്.
ഇപ്പോൾ വീണ്ടും ഈ ജനുവരി 1 തൊട്ട് തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ നീണ്ടുപോയി. ഇനിയിപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് വൈറ്റ് കളർ വെച്ചിട്ടൊരു ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ട് ഓരോ പെറ്റൽസും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടി മാത്രം. അത് നമ്മൾ നന്നായി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാക്കി കൊടുക്കണം. അതിനുശേഷം ഞാനിനി ക്രോം യെല്ലോ എന്ന് പറയുന്ന കളർ യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ നടുഭാഗത്തൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത ശേഷം രണ്ട് ഭാഗത്തും നന്നായിട്ടൊരു 2 കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കോട്ട് അടിക്കുമ്പോൾ അത് കളറ് കുറവായിരുന്നു, അപ്പോൾ വീണ്ടും ഒരു കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലീഫുകൾ കളറ് ചെയ്തായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നന്നായി ലോങ് വീഡിയോ ആവുകയാണ്. അപ്പോൾ അത് സെയിം മെത്തേഡിൽ തന്നെ 2 കോട്ട് വൈറ്റ് അടിച്ചതിന് ശേഷം ആ ഗ്രീൻ കളർ, ലീഫ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ പെയിൻറ് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഈ സെൻറ്റർ ഭാഗത്ത് വരുന്ന ആ യെല്ലോ കളറിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫ്ലവർ വേണമെങ്കിലും ഏത് കളർ പെയിൻ്റ് ആണെങ്കിലും യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അരി വർക്ക് അറിയില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ളൊരു ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്ലെയിൻ ഡ്രസ്സൊക്കെ അടിപൊളിയാക്കാൻ പറ്റും.